നമസ്കാരം. റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിലെ ഗവേഷണ രീതികൾ എന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ അങ്ങോട്ട് സമൂഹശാസ്ത്രം ഉപയോഗിക്കുന്ന ചില രീതികളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, പങ്കാളിത്ത നിരീക്ഷണം. അത് സമൂഹശാസ്ത്രത്തിൽ എങ്ങനെയാണ് പങ്കാളിത്ത നിരീക്ഷണം നടത്തുന്നത്, സാമൂഹിക നരവംശശാസ്ത്രത്തിൽ എങ്ങനെയാണ് പങ്കാളിത്ത നിരീക്ഷണം നടത്തുന്നത്, പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, സർവേ തരങ്ങൾ എന്തെല്ലാം, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, എങ്ങനെയാണ് സർവേ നടത്തുന്നത്, അഭിമുഖം എന്താണ്, അഭിമുഖം എങ്ങനെ നടത്തുന്നു, പലതരം അഭിമുഖങ്ങളെ എന്തെല്ലാമാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പങ്കാളിത്ത നിരീക്ഷണം എന്ത് എന്ന് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ് അതിന് പറയുന്നത്. എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ, ഒബ്സർവ് ചെയ്യാൻ നമ്മളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളും കൂടെ പങ്കാളികളാകുന്നു. നിരീക്ഷിക്കുവാൻ നമ്മളും കൂടെ പങ്കാളികളാകുന്നു. അങ്ങനെ നമ്മളും കൂടെ പങ്കാളികളായി നിരീക്ഷിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഈസ് എ പോപ്പുലർ റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യോളജി ആസ് വെൽ ആസ് ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി. ഓക്കെ, so it's a most popular research method in sociology as well as in social anthropology. And participant observation is a particular method by which the sociologist learns about the society. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പഠന വിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവയെക്കുറിച്ച് നേരിട്ട് പഠിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ആരെക്കുറിച്ചാണോ ഒരു ഗവേഷകൻ പഠിക്കുവാൻ പോകുന്നത്, ആ പഠിക്കുവാൻ പോകുന്ന ജനവിഭാഗത്തിനോടൊപ്പം താമസിച്ചുകൊണ്ട് അവയെക്കുറിച്ച് നേരിട്ട് പഠിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സാധാരണയായിട്ട് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന വിഭാഗത്തിനൊപ്പം ദീർഘനാൾ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിരീക്ഷിച്ച് പഠനം നടത്തുന്നു. പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവയെക്കുറിച്ച് നേരിട്ട് പഠിക്കുന്ന രീതിയാണ് എന്ത് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ മെത്തേഡ് ബൈ വിച്ച് ദ സോഷ്യോളജിസ്റ്റ് ലേൺസ് അബൌട്ട് ദ സൊസൈറ്റി, കൾച്ചർ ആൻഡ് പീപ്പിൾ ബൈ ലിവിങ് എമംഗ് ദ കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഹി ഈസ് സ്റ്റഡിയിങ് എന്നുള്ളതാണ് ആ ഒരു നിർവചനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അന്യനായ സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്നവരുടെ സംസ്കാരം, ഭാഷ, ജീവിത രീതി ഇവയുമായി ഇഴുകിച്ചേർന്ന് മാസങ്ങളോളം അവർക്കൊപ്പം താമസിച്ച് അവരുടെ ജീവിത രീതി പഠിക്കുന്നു. നമ്മൾ ഗവേഷകനായിട്ടുള്ള ആൾ എപ്പോഴും അന്യൻ തന്നെയാണ്, അല്ലേ? പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു സമൂഹത്തിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആ സമൂഹത്തിലെ അംഗങ്ങൾക്കൊപ്പം താമസിച്ച് പഠിക്കുന്നു. അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അന്യനായ സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്നവരുടെ സംസ്കാരം, ഇപ്പം ഞാനൊരു ഗോത്ര വിഭാഗത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പോട്ടെ പെരിങ്ങോം ഗ്രാമത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ, ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുറച്ച് ജനങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നു. അപ്പം ഞാൻ പുറത്തുനിന്ന് വന്ന ഒരു ഗവേഷകൻ ഈ സ്ഥലത്തേക്ക് വരികയും അവരുടെ ഒപ്പം അവരുടെ വീടുകളിലൊക്കെ താമസിച്ചുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പഠിക്കുന്നു. അന്യനായ സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്നവരുടെ സംസ്കാരം, ഭാഷ, ജീവിത രീതി ഇവയുമായി ഇഴുകിച്ചേർന്ന് മാസങ്ങളോളം അവർക്കൊപ്പം താമസിച്ച് അവരുടെ ജീവിത രീതി പഠിക്കുന്നു. അതാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എന്താണ് ഫീൽഡ് വർക്ക്? ഈ പങ്കാളിത്ത നിരീക്ഷണത്തിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്. 2 പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഈസ് ആൾസോ കാൾഡ് ആസ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്നും പങ്കാളിത്ത നിരീക്ഷണത്തിന് വിളിക്കുന്നുണ്ട്. സോ ദ അതർ നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഈസ് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്നാണ് പങ്കാളിത്ത നിരീക്ഷണത്തിൻ്റെ മറ്റൊരു പേര്. സോ
So the field work involves a long period of interaction with the subjects of research. റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരുപാട് കാലമാസങ്ങളോളം ഉള്ള ഇൻട്രാക്ഷൻ്റെ ആവശ്യമുണ്ട്. ഇനി ആസ് ആൻ ഔട്ട്സൈഡർ ദ ആന്ത്രപ്പോളജിസ്റ്റ് immerses himself in the culture of the native people, and he learns their language and participate intimately in their daily day-to-day life. For learning the culture, for learning the lifestyle, and for studying about their everyday life, the researcher needs to study their language, learn their language. So for that he himself learns their language and participate intimately in their daily day-to-day life. Then only he will be able to find out whatever things he is going to study the culture and the lifestyle of that people. So for knowing that, he should be with these communities, he should live within this, along with this, he should live along with this people. അപ്പോൾ ഫീൽഡ് വർക്ക് എന്നും ഇത് അറിയപ്പെടുന്നു. സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് ഫീൽഡ് വർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. കാരണം സസ്യശാസ്ത്രം അഥവാ ബോട്ടണി, ജന്തുശാസ്ത്രം അഥവാ സുവോളജി, ഭൂഗർഭശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്നോ ജിയോളജി എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഈ വിഷയങ്ങളിൽ നമ്മൾ പഠിക്കുവാൻ പോകുമ്പോഴാണ് ഫീൽഡ് വർക്ക് എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നത്. We usually use this term field work when we study the subjects like botany, zoology, geology, etc. Okay. So അതിന് കാരണം എന്താണ്? ഈ വിഷയങ്ങൾ പഠിക്കുന്നത് ചെടികളെക്കുറിച്ച്, പക്ഷിമൃഗാദികളെക്കുറിച്ച്, പാറകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ലാബിനകത്ത് കയറി ഇരുന്നാൽ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം, ഫീൽഡിലേക്ക് പോകേണ്ടി വരുന്നു. ചെടികളെ അന്വേഷിച്ച് നമ്മൾ കാടുകളിൽ പോകണം, മൃഗങ്ങളെ അന്വേഷിച്ച് നമുക്ക് കാടുകളിൽ പോകണം, പാറകളെ അന്വേഷിച്ച് നമുക്ക് കുന്നുകളിലൊക്കെ പോകേണ്ടി വരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഈ പറയുന്ന 3 വിഷയക്കാരുമാണ് ഫീൽഡ് വർക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് സോഷ്യോളജിസ്റ്റുകളായ അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഈ ഒരു ടേമിന് കടമെടുക്കുന്നത്. ഓക്കെ, ദ ടേം ഫീൽഡ് വർക്ക് ഒറിജിനേറ്റഡ് ഇൻ നാച്ചുറൽ സയൻസസ് ലൈക്ക് ബോട്ടണി, സുവോളജി ആൻഡ് ജിയോളജി, ആൻഡ് ഇൻ ദീസ് ഡിസിപ്ലിൻസ് scientists work both in laboratory as well as in the field, and they often go into the field to learn about their subjects like rocks, insects, plants, etc. മനസ്സിലായല്ലോ? So that was an introduction. Okay, ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ ഈ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ എന്നത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. ഇനി ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബോട്ടണി, സുവോളജിയും ജിയോളജിക്കാരുമാണെന്നതും ചിലപ്പം 1 മാർക്കിനൊക്കെ ചോദിക്കാം. അതുപോലെ എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഡെഫിനിഷൻ, ഇത് ഇത്രയും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇനി ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അഥവാ ഫീൽഡ് വർക്ക് നടത്തുന്നത് സാമൂഹിക നരവംശ ശാസ്ത്രത്തിലും ഫീൽഡ് വർക്ക് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജിയിലും ഫീൽഡ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹിക നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത് സോഷ്യോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും ഇടയിലുള്ള ഒരു സബ്ജക്റ്റാണ്. സോഷ്യോളജി എന്ന വിഷയത്തിൻ്റെയും ആന്ത്രപ്പോളജി എന്ന വിഷയത്തിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള ഒരു ബ്രിഡ്ജാണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. സോ ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി ആൾസോ വി യൂഷ്വലി യൂസ് ഫീൽഡ് വർക്ക് ഫോർ സ്റ്റഡിയിങ് അല്ലേ. അപ്പോൾ അത് അവരുടെ ഫീൽഡ് വർക്കാണ് നമ്മൾ ഇനി പഠിക്കുന്നത്, ഫീൽഡ് വർക്ക് ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി എന്നുള്ള ഭാഗം. ഓക്കെ, നരവംശ ശാസ്ത്രത്തെ ഒരു സാമൂഹ്യ ശാസ്ത്രമാക്കിയതിൽ ഫീൽഡ് വർക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, നരവംശ ശാസ്ത്രത്തെ ഒരു സാമൂഹ്യ ശാസ്ത്രമാക്കിയതിൽ ഡാഷ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, ഫീൽഡ് വർക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി ഫീൽഡ് വർക്ക് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഫോർ കളക്ടിങ് ഡേറ്റാസ് and is used in anthropology also. So field work is a scientific method that played a major role in establishing anthropology as a social science.
ഇനി ആദ്യകാലത്ത്, ഇനി ഇതൊരു എസ് 8 മാർക്കിന്റെ എസ് ആയിട്ടാണ് ചോദിക്കുന്നത്, സാമൂഹിക നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക്. ആദ്യകാലത്ത് നരവംശ ശാസ്ത്രജ്ഞന്മാർ ഫീൽഡുകളിൽ പോയി പഠിച്ചിരുന്നില്ല. ഒരുപാട് പണ്ട് കാലത്ത് ഉള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ അഥവാ നരവംശ ശാസ്ത്രജ്ഞന്മാർ ഫീൽഡുകളിലൊന്നും പോയി പഠിച്ചിരുന്നില്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആരെങ്കിലുമൊക്കെ മിഷണറിമാർ, ഈ മതപരമായ കാര്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്നവരാണ് മിഷണറിമാർ, സഞ്ചാരികൾ, പടയാളികൾ, ഇങ്ങനെയുള്ള ആളുകൾ, വ്യവസായ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്നും അവൾ കാര്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ സ്വന്തം വീടുകളിലോ അവരുടെ സ്വന്തം സ്ഥാപനങ്ങളിലോ ഇരുന്നു കൊണ്ട് അവർ പുസ്തകങ്ങൾ എഴുതുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരുന്നു ആദ്യകാലത്തെ നരവംശ ശാസ്ത്രജ്ഞന്മാർ പഠനങ്ങൾ നടത്തിയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കസേരകളിൽ ഇരുന്ന്, വീടുകളിൽ ഇരുന്ന് പഠനം നടത്തുന്ന ആൾക്കാരെ നമ്മൾ ചാരുകസേര പണ്ഡിതന്മാരെന്ന് വിളിച്ചിരുന്നു. ചാരുകസേര പണ്ഡിതന്മാരെന്ന് നമ്മൾ വിളിച്ചിരുന്നു. ആരെയാണ്? ആദ്യകാലത്തെ നരവംശ ശാസ്ത്രജ്ഞന്മാര് ഫീൽഡുകളിലൊന്നും പോയിരുന്നില്ല. മിഷണറികൾ, സഞ്ചാരികൾ, പടയാളികൾ എല്ലാം നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തിയിരുന്നു. ഇക്കൂട്ടരെ നമ്മൾ ചാരുകസേര പണ്ഡിതന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ഇനി അതിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ തരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജെയിംസ് ഫ്രേസർ എന്ന് പറയുന്ന ഒരു നരവംശ ശാസ്ത്രജ്ഞൻ എഴുതിയ ദ ഗോൾഡൻ ബോ എന്ന ഒരു പുസ്തകം പരോക്ഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള, പരോക്ഷം എന്ന് പറയുമ്പോൾ നേരിട്ട് അല്ലാത്ത. അപ്പോൾ പരോക്ഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് എന്ത്? ജെയിംസ് ഫ്രേസറുടെ ഗോൾഡൻ ബോ എന്ന് പറയുന്ന പുസ്തകം. ഒപ്പം തന്നെ പ്രാകൃത മതത്തെക്കുറിച്ചുള്ള എമിൽ ദുർക്കൈമിന്റെ കൃതിയും എന്താണ്? ഇത്തരത്തിലുള്ള പരോക്ഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണ്. മനസ്സിലായല്ലോ? നമുക്ക് ഇംഗ്ലീഷിൽ ഒന്നുകൂടെ പറയാം. ഫീൽഡ് വർക്ക് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ദാറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആന്ത്രപ്പോളജി ആസ് എ സോഷ്യൽ സയൻസ്. അപ്പോൾ ഫീൽഡ് വർക്കാണ് ആന്ത്രപ്പോളജിയെ ഒരു സോഷ്യൽ സയൻസ് വിഷയമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത്. ഇതാണ് ഫീൽഡ് വർക്കാണ്. ഓക്കെ, ഇനി the early anthropologists who studied about the primitive cultures were armchair scholars. ചാരുകസേര പണ്ഡിതന്മാർ, armchair scholars. Why they are calling us armchair scholars? Because they collected information about distant communities from the reports and the descriptions written by travelers, missionaries, colonial administrators, soldiers and traders. Clear? So they were known as armchair scholars. ചാരുകസേര പണ്ഡിതന്മാർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി an example for this type of study is James Fraser's famous book The Golden Bow and Emil Durkheim's work on primitive religion, പ്രാകൃത മതം. And these 2 books were based on second hand information. പരോക്ഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ് ജെയിംസ് ഫ്രേസറുടെ ദ ഗോൾഡൻ ബോയും പ്രാകൃത മതത്തെക്കുറിച്ചുള്ള എമിൽ ദുർക്കൈമിന്റെ പുസ്തകവും. ഓക്കെ, സോ ബോത്ത് ദിസ് നെയിംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. The Golden Bow, James Fraser, very very important. Every time whenever you go through a question paper, you can see this question. Okay, so James Fraser's book is The Golden Bow and Emil Durkheim wrote Primitive Religion. Okay, and both these books are based on second hand information. പരോക്ഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഈ 2 പുസ്തകങ്ങളും. അതുപോലെ ആംചെയർ സ്കോളേഴ്സ് എന്താണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. Okay, now we are moving to the second part. So this can be asked as an essay question. Okay, സാമൂഹിക നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക് in social anthropology can be asked for 6 or even 8 marks, and armchair scholar can be asked for 2 marks or 3 marks. And the example for this type of second hand information, James Fraser, his book is The Golden Bow, and Emil Durkheim's book The Primitive Religion. Now we are moving to the next part. 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യവും പരോക്ഷ വിവരങ്ങൾ നല്ലതല്ല എന്നും പ്രത്യക്ഷ വിവരങ്ങൾ മികച്ചത് എന്നും മനസ്സിലാക്കുന്നു. So by the end of 19th century and
the starting of 20th century, these scholars realized that the second hand information is not good, and we have to collect direct information from the field. So because of that, they started to do systematic surveys and participant observation of field work. Okay, so these people realized that this second hand information is not good, and you have to collect direct information, and that is the best information, and for that they started to conduct systematic surveys as well as field work. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും പരോക്ഷ വിവരങ്ങൾ നല്ലതല്ല എന്നും പ്രത്യക്ഷ വിവരങ്ങൾ മികച്ചത് എന്നും മനസ്സിലാക്കുകയും ചിട്ടയായ സർവേയും പങ്കാളിത്ത നിരീക്ഷണവും ആരാരംഭിക്കുന്നു? സമൂഹശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരുമൊക്കെ ആരംഭിക്കുന്നു. ഇനി 1920 മുതൽ പങ്കാളിത്ത നിരീക്ഷണം സാമൂഹിക നരവംശാസ്ത്രത്തിലെ പരിശീലനത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു. 1920s എത്തുമ്പം ഇവിടെ നമ്മൾ പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലൊക്കെ തുടങ്ങുവാൻ ആരംഭിക്കുന്നുണ്ട്, ആന്ത്രപ്പോളജിയുടെയൊക്കെ. അപ്പോൾ ആ സമയത്ത് തന്നെ 1920s പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഓക്കെ, സോ പരോക്ഷ വിവര സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ നല്ലതെന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ്, by the end of 19th century and the beginning of 20th century, realized that this second hand information is not good. You have to collect direct information, and for that they started to conduct systematic surveys and field work. And in 1920s, participant observation of field work became an integral part of the social anthropological training. മനസ്സിലായല്ലോ? Then ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ സാമൂഹിക നരവംശാസ്ത്രജ്ഞന്മാർ പിന്തുടരുന്ന ചില രീതികളുണ്ട്. ആ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us examine the procedures followed by the social anthropologists when they conduct field work. Okay, this part is very interesting. Then പഠിക്കുന്ന സമൂഹത്തിൻ്റെ കാനേഷുമാരി അഥവാ സെൻസസ് എടുക്കുന്നു. നമ്മൾ പണ്ടൊക്കെ സെൻസസ് എന്നായിരുന്നു പറയുന്നെങ്കിൽ ഇപ്പോൾ കാനേഷുമാരി എന്ന് പറയുവാനായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമൂഹത്തിൻ്റെ സെൻസസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫീൽഡ് വർക്ക് ചെയ്യുന്നതിന് തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫീൽഡ് വർക്കിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാനേഷുമാരി അഥവാ സെൻസസ് എന്ന് പറയുമ്പോൾ വി ആർ കളക്ടിങ് ഡേറ്റാസ് അബൌട്ട് ദെയർ റിലിജിയൻ, ദെയർ സെക്സ്, ദെയർ ഏജ് ആൻഡ് ദെയർ ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഫാമിലി. സോ വി കളക്ട് ദ ഇൻഫർമേഷൻ such as their sex, age, group, family, etc. Okay, so first one is പഠിക്കുന്ന സമൂഹത്തിന്റെ കാനേഷുമാരി എടുക്കുന്നു. We prepare a detailed report of the people who are living in that community. Then second one is വീടിന്റെ സ്ഥാനം ചേർത്ത് ഗ്രാമഭൂപടം ഉണ്ടാക്കുന്നു. We know now each and every person who is living in that particular area. So based on that information, we draw the map of that village and we mark the place of particular person's house. വീടിന്റെ സ്ഥാനം ചേർത്ത് ഗ്രാമഭൂപടം ഉണ്ടാക്കുന്നു. ഇനി സെൻസസിലൂടെ കിട്ടിയ വിവരം വച്ച് വംശപരമ്പരയും പിന്നെ വലിയ കുടുംബ വൃക്ഷവും തയ്യാറാക്കുന്നു. സോ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ഇതാണ് ഈ വംശപരമ്പര എന്ന് പറയുന്നത്. ഓക്കെ, സോ ദേ പ്രിപ്പയർ ദീസ് വംശപരമ്പര as well as കുടുംബവൃക്ഷം, ഫാമിലി ട്രീ ആൻഡ് ജീനിയോളജി എന്ന് പറയുന്നു. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് ദേ റിസീവ്ഡ് ത്രൂ ദ സെൻസസ്, ദേ ടേക്ക് ജീനിയോളജി ഓഫ് ദി ഫാമിലി as well as they draw a family tree. Now let us study how we are drawing family tree. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയുന്നു, ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ സാമൂഹിക നരവംശാസ്ത്രജ്ഞന്മാർ ചില രീതികൾ പിന്തുടരുന്നു. പഠിക്കുന്ന സമൂഹത്തിൻ്റെ സെൻസസ് എടുക്കുന്നു, അതായത് അവരുടെ മതം, ലിംഗം, വയസ്സ്, കുടുംബം ഇവയൊക്കെയാണ് അറിയുന്നത്. രണ്ടാമത്തേത് വീടിൻ്റെ സ്ഥാനം ചേർത്ത് ഗ്രാമഭൂപടം ഉണ്ടാക്കുന്നു. എന്നാലല്ലേ ഓരോ വീടുകളിലേക്കും വിസിറ്റ് ചെയ്യാനായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ സെൻസസിലൂടെ കിട്ടിയ വിവരം വച്ച് വംശപരമ്പരയും
വലിയ കുടുംബവൃക്ഷവും തയ്യാറാക്കുന്നു. എസ് എഴുതുമ്പോൾ അത്രയും മതി, കുടുംബവൃക്ഷം ഡീറ്റെയിൽസ് വേണ്ട ആവശ്യമില്ല. ഇനി 1, 2, 3 കഴിഞ്ഞ് 4-ാം പോയിന്റിലേക്ക് പോകാം. ഓക്കെ, ചിലപ്പോൾ കുടുംബവൃക്ഷം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിടക്കുന്നത് എഴുതുക. അല്ലെങ്കിൽ ഈ 3 ഇവിടെ വരെ എഴുതിയ ശേഷം എന്ത് ചെയ്യണം? ഈ 4ലേക്ക് പോകാം. എസ് എ ആണ് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ 3 ഇവിടെ വരെ എഴുതി നിർത്തുന്നു, പിന്നെ എന്ത് ചെയ്യാം? 4ലേക്ക് പോകാം. കുടുംബവൃക്ഷം എന്താണെന്ന് മാത്രം സ്പെഷ്യലായിട്ട് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള എഴുതുക. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് മേക്കിംഗ് ഓഫ് ഫാമിലി ട്രീ. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫാമിലി ട്രീയുടെ ഒരു പടമൊക്കെ ഉണ്ട്. ഒരു ട്രീയുടെ പടം തന്നിട്ട് അതിനകത്ത് സെൻറ്ററിൽ ഒരു ബ്രദർ, കസിൻ, അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് ഡാഡ്, ഗ്രാനി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു ആൽമരത്തിന് ഓർക്കുക. ആൽമരത്തിൻ്റെ ഓരോ ശാഖകളിലും തൂങ്ങിക്കിടക്കുന്ന ഇലകളെല്ലാം ഓരോ ആളുകളാണെന്ന് കൂട്ടുക. അങ്ങനെ ഒരു ഫാമിലിയുടെ വലിയ ഒരു ചരിത്രം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ആന്ത്രപ്പോളജിസ്റ്റുകൾ, സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ പഴയ തലമുറക്കാരുടെ കാര്യങ്ങൾ കുടുംബത്തിലെ പ്രായം കൂടിയവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. They discuss about the previous generation by asking various questions to different people. Eldest members-ന്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. then ആധികാരികത വരുത്തുവാൻ പല അംഗങ്ങളോടും ചോദിച്ച് ഉറപ്പാകുന്നു. എന്നോട് ചോദിക്കും, പിന്നെ എൻ്റെ അപ്പുറത്തുള്ള അനിയത്തിയോട് ചോദിക്കും, അങ്ങനെ പലരോടും ചോദിച്ച് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യുന്നു. ഓക്കെ, then കുടുംബഘടന മനസ്സിലാക്കാൻ ജീവിത രീതി, സംസ്കാരം എന്നിവ പഠിക്കുവാനും വംശപരമ്പര സഹായിക്കുന്നു. ജീനിയോളജി ഹെൽപ്സ് ദം ടു സ്റ്റഡി അബൌട്ട് their family structure, then their lifestyle, culture, etc. Okay, and after that these genealogy helps them to know the kinship relationship in the family. At the same time, the family tree helps them to understand the kinship relationship. Okay, കുടുംബത്തിലെ ബന്ധവ്യവസ്ഥ പഠിക്കുവാൻ കുടുംബവൃക്ഷവും സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബവൃക്ഷം എങ്ങനെ തയ്യാറാക്കുന്നത്? പഴയ തലമുറക്കാരുടെ കാര്യങ്ങൾ കുടുംബത്തിലെ പ്രായം കൂടിയവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഡിസ്കസ് ദാറ്റ് വിത്ത് ദി എൽഡർ മെമ്പേഴ്സ് ഇൻ ദി സൊസൈറ്റി, and the information obtained from one person would be cross-checked by asking other relatives the same questions, and after confirmation a detailed family tree is drawn. And this helps the anthropologist to understand the kinship system of the community. മനസ്സിലായല്ലോ? ഇനി നരവംശാസ്ത്രജ്ഞൻ പഠിക്കുന്ന സമുദായത്തിന്റെ ഭാഷ പഠിക്കണം, എന്നാലേ അവരുടെ കൂടെ പോയാണ് താമസിക്കുന്നത്. ദി ആന്ത്രപ്പോളജിസ്റ്റ് ഈസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് ദിസ് പീപ്പിൾ ഹു ആർ ടു ബി സ്റ്റഡീഡ് ബൈ ദം. ഓക്കെ, അപ്പം അങ്ങനെ ദേ ഹാവ് ടു ലേൺ ദി ലാംഗ്വേജ്. നരവംശാസ്ത്രജ്ഞൻ പഠിക്കുന്ന സമുദായത്തിന്റെ ഭാഷ പഠിച്ച് അവരുടെ സാമുദായിക ജീവിത രീതി മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ മിക്കവാറും ആന്ത്രപ്പോളജിസ്റ്റുകൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ആഘോഷങ്ങളെക്കുറിച്ച്, മതപരമായ ആചാരങ്ങളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങൾ, എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നരവംശാസ്ത്രജ്ഞന് താല്പര്യം. ഓക്കെ, so the anthropologists are generally interested in topics such as festivals, religious events, family relations, mode of earning a living, how you are rearing your child, mode of child rearing, etc. These are the different areas in which an anthropologist is really interested. And then comes the fifth point. വിവരങ്ങൾ അറിയാൻ ഒരു കുട്ടിയെ പോലെ എണ്ണമറ്റ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. The anthropologist should know the language, and at the same time he is interested in this type of topics. And like a child, the anthropologist asks endless questions to the members of the community. And in doing this, the anthropologist usually depends on one or two people for most of the information, and such people are known as informants or principal informants.
ഒന്നോ അതിലധികമോ ആളുകളെ കൂടെ കൊണ്ടുപോയിട്ടായിരിക്കും ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആൻഡ് ദേ ആർ ദ പീപ്പിൾ ഹൂ ആർ ഗോയിങ് ടു ഹെൽപ്പ് ദിസ് ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് വി കാൾ ദം ആസ് ഇൻഫോർമൻസ്. ഇൻഫോർമൻസ് ഓർ പ്രിൻസിപ്പൽ ഇൻഫോർമൻസ്. വിവരങ്ങൾ അറിയാൻ ഒരു കുട്ടിയെ പോലെ എണ്ണമറ്റ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. ഇതിനായി നരവംശാസ്ത്രജ്ഞൻ ഒന്നോ രണ്ടോ വ്യക്തികളെ കൂടെ കൂട്ടുന്നു. ഇവരാണ് ആര്? വിവരദാതാക്കൾ അഥവാ മുഖ്യ വിവരദാതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇതും ചെറിയ മാർക്കിന് ചോദിക്കാം, ആരാണ് വിവരദാതാക്കൾ എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഏത് മേഖലകളിലാണ് നരവംശാസ്ത്രജ്ഞന് താല്പര്യമുള്ളത്? ആഘോഷങ്ങൾ, മതപരമായ ആചാരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളെ വളർത്തുന്ന രീതി, ഉപജീവന മാർഗങ്ങൾ എന്നിവയിലാണ് ഒരു നരവംശാസ്ത്രജ്ഞന് താല്പര്യം. കുടുംബവൃക്ഷം എങ്ങനെ വരയ്ക്കുന്നു എന്നും ചിലപ്പം ചോദിക്കാം ഇവിടെ വരെ. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പങ്കാളിത്ത നിരീക്ഷണം, സാമൂഹിക നരവംശാസ്ത്രത്തിലെ പങ്കാളിത്ത നിരീക്ഷണം എന്തെന്ന് ചോദിക്കുമ്പോൾ 3ാമത്തെ പോയിന്റ് എഴുതുന്നു, 4ാമത്തെ പോയിന്റ്, 5ാമത്തെ പോയിന്റ്, അങ്ങനെ വേണം അത് എഴുതാൻ. അപ്പൊ ആരാണ് വിവരദാതാക്കളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ വിവരദാതാക്കളെ പണ്ട് ഇവരെ തദ്ദേശീയ വിവരദാതാവെന്ന് വിളിച്ചിരുന്നു. കാരണം എന്താണെന്നറിയോ? അവർ അവിടെ തന്നെ ഉള്ളവരായിരിക്കും മിക്കവാറും. ഓക്കെ, സോ they are now known as informants or principal informants, and in early days the term native informant was also used. അപ്പൊ അതിന് കാരണം അവിടെ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് അവരെ തദ്ദേശീയ വിവരദാതാവെന്ന് പണ്ട് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി വിവരദാതാക്കൾ ഗുരുക്കന്മാരെ പോലെയാണ്. അവരാണ് നമ്മുടെ ഗവേഷണ പ്രക്രിയയിൽ നമ്മളെ ഒത്തിരിയും സഹായിക്കുന്നത്. ദേ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഹോൾ പ്രോസസ് ഓഫ് റിസർച്ച്. These what you call principal informants or the informants, earlier known as native informants, play a crucial role in the whole process of research, because the anthropologist is usually depend on this particular person, and he is the one who is more connected with the local people. ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ കുറിപ്പ് എഴുതി ഡയറി പോലെ വയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. ഇടയ്ക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയും വേണം. ഓക്കെ, സോ ദ ആന്ത്രപ്പോളജിസ്റ്റ് should keep detailed field notes during the field work, and these field work note writing is equally important, and these notes have to be written regularly like writing diary by adding necessary information. Each and every day he should add information in this diary. Okay, so this diary writing is very important as far as an anthropologist or social anthropologist is concerned. ഫീൽഡ് വർക്ക് നടത്തുമ്പോൾ കുറിപ്പ് എഴുതി ഡയറി പോലെ വയ്ക്കണം, ഇടയ്ക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കുകയും വേണം. മനസ്സിലായല്ലോ അപ്പം എന്തൊക്കെ പോയിന്റ് ആണെന്നുള്ളത്? ഇനി ഹിയർ യു ക്യാൻ സീ സം എക്സാമ്പിൾസ് ഫോർ ഫീൽഡ് വർക്ക്. ഇത് കാണാതെ പഠിച്ചാലേ പറ്റൂ. ഓക്കെ, പല വ്യത്യസ്തരായിട്ടുള്ള സമൂഹശാസ്ത്രജ്ഞർ പല സ്ഥലങ്ങളിൽ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം അതിനുള്ള ഉദാഹരണമാണ് ഇത്. മാച്ച് ദ ഫോളോയിങ്ങിന്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഫീൽഡ് വർക്ക് നടത്തിയത്. ഇവാൻസ് പ്രിച്ചാർഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ സുഡാനിലെ ന്യൂവർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫീൽഡ് വർക്ക് നടത്തിയത്. ഫ്രാൻസ് ബോസ് എന്ന് പറയുന്ന അമേരിക്കൻ ഗോത്രങ്ങളുടെ ഇടയിലാണ് ഫീൽഡ് വർക്ക് നടത്തിയത്. മാർഗരറ്റ് മീഡ് സമോവ എന്ന് പറയുന്ന ഗോത്രവിഭാഗക്കാർ, ഒരു ഐലൻഡാണ്, അവരുടെ ഇടയിലാണ് എന്ത് ചെയ്തത്? പഠനം നടത്തിയത്. ക്ലിഫോർഡ് ഗ്രീഡ്സ് എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് ബാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഫീൽഡ് വർക്ക് നടത്തിയത്. മിക്കവാറും ഇതെല്ലാം ഗോത്ര വിഭാഗക്കാർ തന്നെയാണ്. അപ്പം അതിന് കാരണം ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് ഫീൽഡ് വർക്ക് നടത്തിയിരുന്നത്. ബിക്കോസ് ആന്ത്രപ്പോളജിസ്റ്റ് study about primitive culture, and tribal culture we are considering as primitive culture. Okay, so these are various examples for field work studies. ഇത് പഠിക്കുമല്ലോ. ഇതിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും പഠിച്ചു വയ്ക്കുക, ഏതെങ്കിലും ചിലപ്പം ചോദിക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. റാ ഇസു ഫ്രാങ്കോ എന്നാക്കിക്കോ. ഫ്രാങ്കോ മാസാ ക്ലിബ. റായിസു ഫ്രാങ്കോ മാസാ ക്ലിബ. റാഡ്ക്ലിഫ്
ആൻഡമാൻ നിക്കോബാർ. ഇവാൻ പ്രിച്ചാർഡ് സുഡാനിലെ ന്യൂവർ. ഫ്രാങ്കോ ഫ്രാൻസ് അമേരിക്കൻ ഗോത്രങ്ങൾ. മാർഗരറ്റ് മീഡ് സമോവ. മാസ ക്ലിഫോർഡ് ഗ്രീറ്റ്സ് ബാലി. അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് അത് പഠിക്കാം. ഓക്കെ, ദെൻ കംസ് ദി ഫാദർ ഓഫ് ഫീൽഡ് വർക്ക്, ബ്രൗണിസ്ലോ മാലിനോസ്കി. ബ്രൗണിസ്ലോ മാലിനോസ്കി is considered as the father of field work. He is a Poland-born anthropologist settled in Britain, and he believed that he established field work. It is believed that he is the one who established field work as a distinct method in anthropology. സ്ഥിരതാമസം ബ്രിട്ടനിലാണ്, ജനിച്ചത് പോളണ്ടിലാണ്. ബ്രിട്ടൻ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ച പോളണ്ടുകാരനായ ഇതിനാൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇദ്ദേഹത്തെ തടവിൽ വയ്ക്കുന്നു. കാരണം ബ്രിട്ടന്റെ ശത്രുരാജ്യമാണ് പോളണ്ട്, ഇദ്ദേഹം പോളണ്ടുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകമഹായുദ്ധകാലത്ത് തടവിൽ വയ്ക്കുന്നു. ഈ തടവിൽ വയ്ക്കുമ്പോൾ ഇദ്ദേഹം ഫീൽഡ് വർക്കിലൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഫീൽഡ് വർക്കിനെ സാമൂഹിക നരവംശ ശാസ്ത്രത്തിന്റെ രീതിയാക്കി മാറ്റിയ അദ്ദേഹം പഠന ആവശ്യത്തിനായി തന്നെ ദക്ഷിണ പസഫിക്കിലെ ട്രോബ്രിയാൻഡ് ദ്വീപുകളിൽ തടവിലാക്കുവാനായിട്ട് അപേക്ഷ കൊടുക്കുന്നു. ബിക്കോസ് ഹി വാണ്ടഡ് ടു സ്റ്റഡി about the culture of these tribal people. So he gave a request to the Britain government, and they agreed that, and then he got a place in this Trobriand island, and he lived there for 1.5 years. 1.5 വർഷക്കാലം അവിടെ താമസിച്ചു. അവിടുത്തെ ഗ്രാമങ്ങളിലെ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചു, ഡയറി എഴുതി, പിന്നീട് അതിനെ പുസ്തകവും ആക്കുന്നു. Okay, so Malinowski spent nearly 1.5 years in Trobriand Islands, and he lived in a tent in native villages and learned the local language. അതിനു വേണ്ടിയിട്ട് ലോക്കൽ ലാംഗ്വേജ് പഠിച്ചാലേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ആന്ത്രപ്പോളജിസ്റ്റുകൾ ലാംഗ്വേജ് പഠിച്ചാലേ ഫീൽഡ് വർക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം അവരുടെ കൂടെ പോയി താമസിക്കണം. മിക്കവാറും ഗോത്രവിഭാഗക്കാരുടെ ലാംഗ്വേജ് ഒക്കെ ഡിഫറെൻറ്റുമായിരിക്കും. അവിടുത്തെ ഗ്രാമങ്ങളിലെ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച് ഡയറി എഴുതുന്നു, പിന്നീട് അതിനെ പുസ്തകവും ആക്കുന്നു. ഒരു നരവംശ ശാസ്ത്രജ്ഞൻ തദ്ദേശീയരുമായി പ്രത്യക്ഷമായ പരസ്പര പ്രവർത്തനം നടത്തി പ്രത്യക്ഷ നിരീക്ഷണം നടത്തണം, അവരുടെ ഭാഷയും പഠിക്കണമെന്ന് ആര് പറയുന്നു? എന്ന് മാലിനോസ്കി പറയുന്നു. അവരുമായിട്ട് ഡയറക്റ്റായിട്ട് എന്താ പറയുക, ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം, ഒബ്സർവേഷനും ഡയറക്റ്റ് ആയിരിക്കണം, അവരുടെ ലാംഗ്വേജും പഠിക്കണമെന്നാണ് ആര് പറയുന്നത്? മാലിനോസ്കി പറയുന്നത്. ഇടയിൽ വ്യാഖ്യാതാക്കളെ ആവശ്യമില്ല, ട്രാൻസ്ലേറ്റേഴ്സിനെ ഒന്നും ഇടയിൽ കൊണ്ടുവരരുത്. യു ഹാവ് ടു ലേൺ ദ ലാംഗ്വേജ് ആൻഡ് യു ഹാവ് ടു കണ്ടക്ട് ഡയറക്റ്റ് റിസർച്ച് ഇൻ ദിസ് ഏരിയ. അപ്പോൾ വ്യാഖ്യാതാക്കളില്ലാതെ പഠനം നടത്തിയാൽ മാത്രമേ ആധികാരികമായി പഠനം നടത്താൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ആധികാരികമായി പഠിക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ദ്വീപിലെ ഗവേഷണവും വച്ച് ഈ ടോബ്രിയാൻഡ് ഐലൻഡിലെ ഗവേഷണവും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹത്തിന് വലിയ പദവികളൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുവാനുള്ള പദവിയൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദവി വച്ചിട്ട് അവിടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഫീൽഡ് വർക്കിൻ്റെ സ്ഥാപനവൽക്കരണത്തിനായിട്ട് ശ്രമിക്കുന്നു. സ്ഥാപനവൽക്കരണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് വർക്കിനെ കൊണ്ടുവരുന്നൊരു രീതി അദ്ദേഹം നടത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു 1920s ആന്ത്രപ്പോളജിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് വർക്ക് നിർബന്ധമാക്കിയെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മാലിനോസ്കി നല്ലതായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫീൽഡ് വർക്ക്. അതുപോലെ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫീൽഡ് വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ഥാപനവൽകൃതമായ ഫീൽഡ് വർക്കിൻ്റെ സ്ഥാപകനാണ് മാലിനോസ്കി എന്ന് പറയുന്നത്. ഫീൽഡ് വർക്ക് നരവംശ ശാസ്ത്ര വിദ്യാർത്ഥികളുടെ പരിശീലന ഭാഗമാക്കുവാനും മാലിനോസ്കിക്ക് സാധിച്ചു. സ്ഥാപനവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകാം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു സ്ഥലത്ത് പഠിപ്പിക്കുവാണെന്ന് വെക്കുക, ഒരു വിഷയം. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഈ ഒരു ഫീൽഡ് വർക്കിനെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഫീൽഡ് വർക്ക് നടത്തുന്നു. അതാണ് സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത്.
അപ്പോൾ അതിനും പരിശ്രമിച്ചത് ആരാണ്? മാലിനോസ്കിയാണ്. മനസ്സിലായല്ലോ? അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഈ പങ്കാളിത്ത നിരീക്ഷണത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു. എന്താണ് പങ്കാളിത്ത നിരീക്ഷണം? മറ്റൊരു പേര് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പങ്കാളിത്ത നിരീക്ഷണം നടത്തേണ്ടതെന്ന് പറഞ്ഞു. ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ് ഈ പങ്കാളിത്ത നിരീക്ഷണം അഥവാ ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ സാമൂഹിക നരവംശാസ്ത്രത്തിലെ ഫീൽഡ് വർക്കിനെ കുറിച്ച് പഠിച്ചു. പ്രസിദ്ധമായിട്ടുള്ള ചില ഫീൽഡ് വർക്കുകൾ ഏതെല്ലാം, ഉദാഹരണങ്ങൾ പഠിച്ചു. മാലിനോസ്കിയുടെ ജീവചരിത്രവും നമ്മളിവിടെ പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനം എന്താണ്? ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം കേട്ടോ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടോ? ടോബ്രിയാൻ്റെ ദ്വീപ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാലിനോസ്കിയുടെ പേര്, ഒരു സ്ഥലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇപ്പുറത്ത് എന്താണ്? ഫീൽഡ് വർക്ക്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചിലപ്പം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്.